കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഭഗവാൻ ഏത് രൂപത്തിലാണ് അവിടെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് കളഭാലങ്കാരത്തിൽ എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. ഒപ്പം വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക, ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ കൊമ്പുകളും ഒക്കെ കണ്ട് തൊഴുത് നടുക്കുള്ള ലക്ഷ്മി ദേവീനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കും കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശമാണ്, നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ. പിന്നെ അതിൻ്റെ കൂടെ ഇന്ന് നല്ല തിളക്കാട്ടോ. അപ്പോൾ നമ്മൾ കാണുന്നത് ആദ്യം തന്നെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. നല്ല പട്ടിങ്ങനെ ഞൊറിഞ്ഞതാക്കിയിട്ട് പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മാറത്തൊരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല. വലത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ അങ്ങനെ വിളിക്കുകയാണ്. പൊന്നോടക്കുഴൽ ഇങ്ങനെ കയ്യിൽ ചുണ്ടോട് ചേർത്ത് അങ്ങനെ വിളിക്കണു. അങ്ങനെ കൈവളകൾ, അങ്ങനെ തോൾവളകളൊക്കെ കാണാണ്ട് ഇടതേ കയ്യിലും അതെ. ഇടതേ കയ്യിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ചൂണ്ടുവിരലിൻ്റെ മുകളിൽ ആ ഗോവർദ്ധനഗിരിയെ അങ്ങനെ പിടിച്ച് നിൽക്കുക കേട്ടോ. അതാണ് ആ ഗോവർദ്ധനഗിരി കയ്യിൽ ഇടത്തെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെയും കൂടി ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ഗാനത്തിലിങ്ങനെ, അതായത് വേണുഗാനം പൊഴിച്ചുകൊണ്ടേ നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ്. ആ മുഖത്താണെങ്കിലോ ചെറു പുഞ്ചിരി, വളരെ ഇതെല്ലാം എനിക്ക് നിസ്സാരമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ ഗോവർദ്ധനഗിരിയെ നോക്കുകയാണെങ്കിൽ നല്ല വലിയൊരു മല തന്നെയാണ്. മലയുടെ മുകളിലിങ്ങനെ തുളസിയുടെ പൂക്കളൊക്കെ ഇല്ലേ, അതൊക്കെ മരങ്ങളായിട്ട് ഇങ്ങനെ കാണാണ്ട് കുന്നും മലകളൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ ഗിരി ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് ചൂണ്ടുവിരലിങ്ങനെ ഉയർത്തിയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആ പൊന്നോടക്കുഴലിങ്ങനെ വിളിക്കുകയാണ്. എത്ര മഴയായാലും എന്ത് തന്നെ ആയാലും ഞാനിതുകൊണ്ട് തടയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്, തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാലകൾ 3 തിരുമുടിമാല ഉണ്ട്. വെളുത്ത തെച്ചിയും തുളസിയായിട്ടുള്ളത് അതേപോലെ തന്നെ. പിന്നെ ഉണ്ടമാല ഒരെണ്ണമാണ്, അത് വനമാല പോലെ തെച്ചിയും തുളസിയും. പിന്നീട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരം. എന്താ വെച്ചാൽ അന്ന് പട്ടിൻ്റെ ആ അലക്കും തൊങ്ങലൊക്കെ വെച്ചതൊക്കെ നല്ല രസമായിട്ടുണ്ട്. നല്ല തിളക്കാണെന്നർത്ഥം. നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ പട്ടിങ്ങനെ തിളങ്ങുകയാണ്. അപ്പോൾ കസവ് ഇങ്ങനെ അതിങ്ങനെ വളരെ മനോഹരമായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ആ ശ്രീലകത്തേക്ക് നോക്കുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. എല്ലാവരുടെയും മനസ്സിപ്പോൾ ഞാൻ ഈ പറയുന്ന ഭാഗത്തേക്ക്, അതായത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു കാഴ്ചയാണ് ഗോവർദ്ധനഗിരിധാരിയായിട്ട് ഓടക്കുഴൽ വിളിച്ച് നിൽക്കുന്ന ആ വേണുഗോപാലൻ. വളരെ രസമായിട്ടുള്ള, അത്യാവശ്യം നല്ല തടിച്ചൊരുണ്ണിക്കണ്ണനാണ്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ പ്രാർത്ഥനകൾ അവിടെ എത്തും, ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിലെത്തും. അതിനുള്ള പ്രതിവിധി അവിടെ നിന്ന് തന്നെ ഉണ്ടാവും, അനുഗ്രഹവും അവിടെ നിന്ന് ഉണ്ടാവും. അങ്ങനെ തൊഴുത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ചുവരിൻ്റെ മുകളിലുള്ള ആലിലെ കണ്ണനെയും കണ്ടു തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ കാണുന്നത് ഗണേശനെ കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം.
അത് കഴിഞ്ഞ നേരെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നീട് തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും ആ കടാവിളക്കൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ മുന്നിലെത്തിയ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഗോവർദ്ധന ഗിരിധാരിയെ ഒന്നുകൂടി കണ്ട് തൊഴുക, നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക, അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലെത്തുമ്പോൾ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ അന്നദാന കൗണ്ടറിൻ്റെ അധീനം അങ്ങനെ പോയി അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം പോയി കഴിഞ്ഞാൽ നാരായണാലയം കാണാം. അവിടേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും നമ്മൾ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിൽ വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളിന്ന് ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.